ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണമായി അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ ഓപ്പറേഷൻസ് നമുക്ക് എങ്ങനെ ബാഷ് സ്ക്രിപ്റ്റിംഗിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് രണ്ട് നമ്പർ ഇവിടെ വേരിയബിൾ ആയി കൊടുക്കാം. നമ്പർ 1 നമ്മൾ 20 കൊടുക്കുന്നു, അതുപോലെ നം 2 നമ്മൾ 10 കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ റിസൾട്ട്, ഈ വേരിയബിളിലാണ് നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ റിസൾട്ട് ഈക്വൽ ടു നം1 പ്ലസ് നം2. നമ്മൾ സാധാരണ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ബാഷിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് മെത്തേഡ് ഉണ്ട്. സോ ഇതിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്നത്. നമ്മളൊരു ഡബിൾ ബ്രാക്കറ്റിനുള്ളിൽ, റൗണ്ട് ബ്രാക്കറ്റിനുള്ളിലോട്ട് ഇതിനെ മാറ്റേണ്ടതുണ്ട്. സോ ഈ ഒരു രീതിയിൽ, ഓക്കെ. സോ ഈ ഒരു രീതിയിൽ ഈ ഒരു ഡബിൾ ബ്രാക്കറ്റിനുള്ളിലോട്ട് ഇതിനെ മാറ്റുക. ശേഷം ഇതിന് ഈ ഒരു രീതിയിൽ ഇതിന് പുറത്ത് നമ്മൾ ഇതുപോലെ ഒരു $സൈൻ കൊടുക്കുക. സോ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. വിവിധ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ പുറത്ത് $സൈൻ കൊടുത്ത ശേഷം നമ്മൾ ഡബിൾ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ അതിനുള്ളിൽ നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ കൊടുക്കുക, നം1 പ്ലസ് നം2. സോ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണ് നമ്മൾ ഈ അഡീഷൻ ഓപ്പറേറ്റർ, ഓക്കെ. സോ നമ്മൾ ഇതുപോലെ ഒരു ഡബിൾ ബ്രാക്കറ്റിനുള്ളിൽ ഇതുപോലെ കൊടുക്കുക. സോ നമുക്ക് അതിനുശേഷം നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. സോ നമ്മൾ എക്കോ $സൈൻ റിസൾട്ട്, ഇവിടെ ഫയൽ സേവ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഫയൽ .sh എൻ്റർ ചെയ്യാം. സോ നമുക്കിവിടെ 30 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. 20 പ്ലസ് 10 30 ലഭിക്കും. അതുപോലെയാണ് ബാക്കി മറ്റു ഓപ്പറേഷൻസ്. സോ നമുക്ക് സബ്സ്ട്രാക്ഷൻ കൊടുക്കാം, നം1 മൈനസ് നം2. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് 10 ലഭിക്കും. 20 മൈനസ് 10 10. അതുപോലെ നം1 ഇൻറ്റു നം2. സോ നമുക്ക് 200 ലഭിക്കണം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 ലഭിക്കും. അതുപോലെ നം1 ഡിവൈഡഡ് ബൈ നം2 സേവ് ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ലഭിക്കും. ഇതായിരുന്നു ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. സോ അതുപോലെ നമുക്ക് ഇനി ഉള്ളത് മോഡുലസ് ഓപ്പറേറ്റർ ആണ്. സോ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ റിമൈൻഡർ കാണുന്നതിനുള്ള ഓപ്പറേറ്റർ ആണ്. അഥവാ നമ്മുടെ ശിഷ്ടം, ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ആഡ് ചെയ്തതിന് ശേഷമുള്ള ശിഷ്ടം കാണുന്നതിനുള്ള ഓപ്പറേറ്റർ. സോ നമ്മളിവിടെ ഇതുപോലെ ഒരു പെർസെൻറ്റേജ് സൈൻ ആണ് കൊടുക്കുന്നത്. സോ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും ലഭിക്കുക. സോ ശിഷ്ടം ഉണ്ടായിരിക്കില്ല. സോ നമുക്ക് 0 ലഭിക്കും. സോ നമ്മളിവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. സോ 6 3 18 ശിഷ്ടം നമുക്ക് 2 ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ശിഷ്ടം ലഭിക്കുന്നതായിരിക്കും. സോ ഇതിനാണ് നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ. ഓക്കെ, പിന്നെയുള്ളതാണ് എക്സ്പോണൻഷിയേഷൻ. ഒരു സംഖ്യയുടെ പവർ കാണുന്നതിനുള്ള ഓപ്പറേറ്റർ ആണ്. സോ നമ്മൾ അതിന് കൊടുക്കുന്നത് 2 ഇൻറ്റു സൈൻ ആണ്. ഇതുപോലെ 2 ഇൻറ്റു സൈൻ ആണ്. സോ നമ്മൾ 20 ഇതുപോലെ 3 കൊടുത്തു കഴിഞ്ഞാൽ 20നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് സമമായിരിക്കുന്നത്. ഉദാഹരണമായി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 20 ഡബിൾ ഇൻറ്റു 3 ആയിരിക്കും. അതിനർത്ഥം 20 ഇൻറ്റു 20 ഇൻറ്റു 20 എന്നായിരിക്കും. 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8000 ലഭിക്കും. നമ്മളിവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 400 ലഭിക്കണം. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 400 ലഭിക്കും. സോ ഇനി അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്. സോ പ്ലസ് ഈക്വൽ ടു സേവ് ചെയ്യാം. സോ ഇത് നമ്മുടെ നിലവിലുള്ള സംഖ്യയോട് കൂടി നമ്മൾ കൊടുക്കുന്ന സംഖ്യ കൂട്ടുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ നം1 ഇപ്പോൾ 20 ആണുള്ളത്. നമ്മളിവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ സോ ഇപ്പോൾ 20യോട് കൂടി അത് 10 കൂട്ടുന്നതായിരിക്കും. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് 30 ലഭിക്കും. നമ്മൾ ഈ പ്ലസ് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സോ നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ 10 ആയിരിക്കും ലഭിക്കുക. സോ അതാണ് ആ പ്ലസ് കൊടുക്കുന്നത് കൊണ്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ വാല്യൂനോട് കൂടിയായിട്ട്, സോ നമ്മുടെ ഇനീഷ്യൽ വാല്യൂനോട് കൂടി നമ്മൾ കൊടുക്കുന്ന വാല്യൂ കൂട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈക്വൽ ടു മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു വേരിയബിളിലോട്ട് അസൈൻ ആവുന്നതായിരിക്കും. പുതിയ വാല്യൂ അസൈൻ ആവുന്നതായിരിക്കും. പഴയ വാല്യൂ റീപ്ലേസ് ആയിട്ട് പുതിയ വാല്യൂ അസൈൻ ആവുന്നതായിരിക്കും. സോ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ വാല്യൂനോട് കൂടി നമ്മുടെ പുതിയ വാല്യൂ ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, പ്ലസ് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ആവുന്നതായിരിക്കും. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 ലഭിക്കുന്നതായിരിക്കും. അതുപോലെയാണ് മറ്റു
ഓപ്പറേഷൻസ് അല്ല. സോ മൈനസ് ആണെങ്കിൽ അതിനോടുകൂടി ഈ ഒരു സംഖ്യ മൈനസ് ആവുന്നതായിരിക്കും. സോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 ലഭിക്കും, 20 മൈനസ് 10 ലഭിക്കും. അതുപോലെയാണ് ഡിവിഷൻ 2 ലഭിക്കും. അതുപോലെ സോ ഇതായിരുന്നു പ്രധാനപ്പെട്ട അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. നമുക്ക് ബാഷ് സ്ക്രിപ്റ്റിംഗിൽ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട അരിത്മെറ്റിക് ഓപ്പറേഷൻസ്.